You ain't stopping me. മറ്റൊരു സ്വാഗതം. അപ്പം നമ്മളിത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കാട്ടിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ കാട്ടിപ്പറമ്പിൽ ഇച്ചിരി കാഴ്ചകളൊക്കെ കാണാം ഗായ്സ്. അപ്പോൾ നമ്മളൊരു മീൻകെട്ടിലായിട്ടാണ് ഗായ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മീൻകെട്ടൊന്ന് കാണാം. അതാണ് ഗായ്സ് ആ മീൻകെട്ടാ. മീൻകെട്ട് ഇതാണ്. ഗായ്സ് നമ്മൾ വഴിയിലാട്ട് നടന്നുകൊണ്ടിരിക്കണേണ് കേട്ടോ. വഴിയിലാട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേണ്. കുറേ കെട്ടൊക്കെ കാണാം അവിടെ. ഒരു ഗ്രാമ ഫീലാണ് നമ്മളിവിടെ നടത്തുമ്പോൾ ഉള്ളത്. വളരെ ഒരു മനോഹരമായൊരു സ്ഥലമാണ് ഗായ്സ്. നമുക്കിങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഇവിടെ നിന്ന് വല്ല മീനൊക്കെ ഉണ്ടാകുന്ന നമുക്കിങ്ങനെ നോക്കാം. വല്ല പാമ്പൊക്കെ ഉണ്ടാകുന്ന നോക്കട്ടെ. വല്ല അണലിയൊക്കെ ഉണ്ടെങ്കിൽ കാലിൽ കടിച്ച വല്ല ചത്തും പോകും ഗൈസ്. നമ്മൾ നേരെ നടക്കണേ കേട്ടോ ഗൈസ്. ഇതാണ് കേട്ടോ അപ്പോൾ സ്ഥലം. ഗൈസ് പൊളി സ്ഥലമാണ് ഗൈസ്. കയറൊക്കെ പൊക്കത്ത് കെട്ടിയിട്ടുണ്ട്. അത് നീർക്കാക്ക വരാതിരിക്കാനാണ് ഇവിടെ ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി അറ്റത്താട്ട് പോവാം. അവിടേക്കൊരു റിസോർട്ടൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അറ്റത്താട്ട് പൊയ്ക്കൊണ്ടിരിക്കണതാണ് ഗൈസ്. ഇതൊക്കെ ലോഡ്ജാറ്റാണ് ഗൈസ്. നമ്മൾ അവിടെ കാണുന്നത് കുമ്പളങ്ങിയാണ് ഗൈസ്. ആ സൈഡ് കുമ്പളങ്ങിയാണ്. ഒരു ചെറിയ വീഡിയോ ഉണ്ടോ ഗൈസ്. പാമ്പൊക്കെ ഉണ്ടാകുന്ന നോക്കണം. ചിലപ്പോൾ വല്ല മീനെയൊക്കെ കാണാൻ പറ്റും. ഗൈസ് മെയിൻ ഷെഡിലാട്ട് പോയിട്ട് വരാം. കെട്ടിൻ്റെ നടുക്കൊരു ഷെഡ് പോലെയൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങോട്ടൊന്ന് പോയി നോക്കി നോക്കാം. ഇതൊന്നുമില്ല കേട്ടോ, വെറുതെ ഈ സ്ഥലം കണ്ടപ്പോൾ ഒന്ന് വ്ളോഗ് എടുക്കാൻ ഇഷ്ടപ്പെട്ടതെന്ന് തന്നെയാണ്. കാട്ടിപ്പറമ്പ് ഇനിയും കുറേ കാണാനുണ്ട്. നമുക്ക് റിസോർട്ടിൻ്റെ ഉള്ളിൽ ചെന്നിട്ടൊരു വീഡിയോ എടുക്കാം. ഇതൊക്കെ ഏറെ റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. ആ കാണുന്നതൊക്കെ ഗൈസ് കുമ്പളങ്ങിയാണ്. അക്കരെ കാണുന്നത് കുമ്പളങ്ങി, നബിപൂരവും അങ്ങനത്തെ സ്ഥലമൊക്കെയാണ്. എടക്കോച്ചിയുടെ ഫ്ലാറ്റൊക്കെ ബേവാച്ച് എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റൊക്കെ ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റും. നമുക്കിവിടെ ഒരു ഓട് പോലത്തെ സ്ഥലമൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പൊക്കത്ത് കയറി ഒന്ന് നിന്ന് നോക്കാം. ഒരു വീടാണെന്ന് തോന്നണുണ്ട് ഗൈസ്. ബൊഗെയിൻ വില്ലയൊക്കെ പൂത്ത് കിടക്കുന്നുണ്ട് ഇവിടെ. നല്ല രസോട്ടാ. ഗൈസ് അപ്പോൾ ഗൈസ് ഇത് റിസോർട്ടിൻ്റെ ബാക്ക് വശം ഉണ്ടോ. ഇതൊക്കെയും കെട്ടാണ് ഗൈസ്. മീനൊന്നും കാണാനില്ല ഇവിടെ. മീനൊന്നും ഇവിടെ കാണാനില്ല. അപ്പോൾ ഗൈസ് ഇവിടെയൊക്കെ ചില്ലൊക്കെ പൊട്ടിരി കിടക്കുന്നുണ്ട്. നമ്മുടെ റോഡിൻ്റെ പച്ച വയറിൻ്റെ ഇവിടെ എത്ര ഉള്ളട്ടെ ഈ സ്ഥലം. അടിയിലാട്ടാണ് വീട്. ഉണ്ടാ വളരെ രസം. റിസോർട്ടിൻ്റെ ബാക്ക് വശമാണ് ഗൈസ് റിസോർട്ട്. അവിടെ ഈ വെള്ളത്തിൻ്റെ നടുക്കായിട്ട് തന്നെ ഒരു ടർഫൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കണേണ്. വളരെ രസമായിട്ടുള്ളൊരു സ്ഥലം. ഞാൻ മാത്രമുള്ള കേട്ടോ ഗൈസ് ഇവിടെ. വളരെ സൂപ്പർ സ്ഥലമാണ് ഗൈസ്. ഇവിടെ നമുക്ക് റിസോർട്ടൊക്കെ ഉണ്ട്. റിസോർട്ടിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വാഹയ്ക്ക് കിട്ടണില്ല ഗൈസ്. നമുക്ക് ഓ ഗൈസ് ഉടുമ്പ് ഗൈസ് നമ്മളവിടെ നിന്ന് ഒരു ഉടുമ്പിനെ കണ്ട് ഗൈസ്. ഓടിക്കളഞ്ഞ് ഗൈസ്. ഒരു ഉടുമ്പുണ്ട്. നമുക്കിനി ഈ സ്ഥലത്തായിട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അതിൻ്റെ അടിയിലൊക്കെ ഡ്രമ്മിൻ്റെ ഉള്ളിലൊക്കെ മീൻ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. എന്താ
കുറേ പൂവൊക്കെ ഇങ്ങനെ പൂത്ത് കിടക്കണേണ്ട ഗൈസ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ് ബൈ ബൈ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.